ഹായ് ഓൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോ എടുക്കണം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണി കണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയവരൊക്കെ കുറച്ച് പേരൊക്കെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഡയറ്റൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടോ? എന്താണെങ്കിലും കമൻസിൽ പറയാം. എന്തായാലും എൻ്റെ വെയിറ്റ് ലോസ് ജേണി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും വെയിറ്റ് ലോസ് ജേണി റീസ്റ്റാർട്ട് ചെയ്തു. 58 കിലോയിലേക്ക് എത്താനുള്ള എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിന് വേണ്ടി പണിയെടുക്കണം. എന്നാലാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. കുറച്ച് പേരെങ്കിലൊക്കെ പറയാറുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ട് വെയിറ്റ് കുറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണെന്ന്. അത് നിങ്ങൾ തന്നെ മാറ്റേണ്ട കാര്യമാണ്. എന്നോട് ചോദിക്കും, എങ്ങനെയാണ് വെയിറ്റ് കുറച്ച്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് നിങ്ങൾ വെറുതെ കേട്ടിട്ട് പോയത് കൊണ്ട് കാര്യമില്ല. നിങ്ങളും അത് ചെയ്താലാണ് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ച് കരുതി വെക്കണം. നമുക്ക് വിശക്കണ സമയത്ത് വീട്ടിലുള്ള നമുക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വേഗം പോയി എടുത്ത് തിന്നുന്നതിന് പകരം പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒരുപാട് പൈസ കൂടിയതൊന്നല്ല. ഓൾറെഡി ഞാൻ വീഡിയോസ് അതൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കാണാം. അങ്ങനെ മേടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം വെയിറ്റ് ലോസ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം ഞാൻ ആദ്യമായിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ളത്. റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ടാണ്. വെയിറ്റ് ലോസ് ഇതിക്ക് മുമ്പ് പലതവണ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഫ്ലോപ്പായിരുന്നു. കുറച്ച് നാൾ നമ്മൾ ചെയ്യും, അത് ഇടയ്ക്ക് വെച്ച് നിർത്തും. അപ്പോൾ അന്ന് ചെയ്തപ്പോഴുള്ള വെയിറ്റിനേലും നമ്മൾ നിർത്തി കഴിയുമ്പോൾ വീണ്ടും 2-3 കിലോ കൂടും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറക്കണം എന്ന് ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവാം. നേരെ മറിച്ച് നമ്മൾ ഈ ജേണി ഒരുപാട് നാളത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രം നമ്മളിത് തുടങ്ങി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 3-4 കിലോ കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് നിർത്തിക്കഴിഞ്ഞാൽ 4 കിലോ കുറഞ്ഞെടുത്ത് ഒരു 6 കിലോ ആയിട്ട് നമ്മൾ കൂടി വരാനാണ് സാധ്യത കൂടുതൽ. സാധ്യതയല്ല, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഞാൻ പറഞ്ഞു, ഇതിക്ക് മുമ്പ് പലതവണ വെയിറ്റ് ലോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയിരുന്ന അബദ്ധം ഇതാണ്. തുടങ്ങും, നിർത്തും, വീണ്ടും വെയിറ്റ് കൂടും, വീണ്ടും തുടങ്ങും, വീണ്ടും നിർത്തും, പിന്നെ വെയിറ്റ് കൂടും. റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറയാനായിട്ട് ഇതാണ്. അതും നിസ്സാരമായൊരു റിസൾട്ടൊന്നുമല്ല. 21 കിലോ കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. ഈ 21 കിലോ ഞാൻ പെട്ടെന്നൊന്നും കുറച്ചതല്ല. ആദ്യത്തെ ഒരു 19 കിലോ കുറച്ചത് ഒരു 5.5-6 മാസത്തിനുള്ളിലാണ്. പിന്നെ അത്രയും കിലോ ഒക്കെ നമ്മൾ കുറഞ്ഞതിന് ശേഷം നമ്മുടെ പിന്നീടുള്ള വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് വെയിറ്റ് കുറഞ്ഞിരുന്നത്. അതും പറഞ്ഞാൽ നമ്മൾ മടുത്തിട്ട് ഉപേക്ഷിച്ചൊന്നും പോയില്ല. ക്ഷമയോടുകൂടി നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് വെയിറ്റ് ലോസ് നല്ല സ്പീഡായിരിക്കും. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു ബോഡി വർക്കൗട്ട് ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഡയറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഫസ്റ്റ് മന്ത് എനിക്കൊരു 4.5-5 കിലോൻ്റെ അടുത്ത് വരെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് മന്ത് നമുക്ക് അത്രയും, ആദ്യത്തെ മാസം അത്ര സെക്കൻഡ് മന്ത് കുറയില്ല. ഒരു 3 കിലോയൊക്കെ ആണെന്ന് തോന്നുന്നു സെക്കൻഡ് മന്ത് കുറഞ്ഞിരുന്നത്. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമെന്നൊരു ചിന്താഗതിയൊന്നും അന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതി സൂക്ഷിച്ചിട്ടുമില്ല. ഫസ്റ്റത്തെ മാസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊരു 4.5 കിലോ കുറഞ്ഞു. ആ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് 21 ദിവസമാണ് ഞാൻ ആദ്യം ഫസ്റ്റ് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി
അപ്പോൾ ഇത്രയും കിലോ എനിക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താകും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് വീണ്ടും ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വെയിറ്റിംഗ് മെഷീനിൽ കയറി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു തുടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പെട്ടെന്നൊന്നും ഞാൻ നിർത്തില്ല. അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് ഞാൻ പലതവണ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വെയിറ്റ് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് കൂടിയവരും ഇനി ഒപ്പം കൂടാൻ പോകുന്നവരൊക്കെ എന്താ പറയുക, കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ളൊരു ജേർണിയാണെന്ന് വിചാരിച്ച് കൂടാതിരിക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവണ വരെ നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണം. പലവരുടെയും പല ടൈപ്സ് ബോഡിയാണ്. ചിലർക്ക് നല്ല പെട്ടെന്ന് വണ്ണം കുറയണവരായിരിക്കും, ചിലർക്ക് ഒരുപാട് സമയമെടുത്ത് വണ്ണം കുറയണവരായിരിക്കും. എൻ്റെ ഇത്രയും വെയിറ്റ് ലോസ് ഉണ്ടായപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി വളരെ സ്ലോ ആണ്. പക്ഷെ അതും പറഞ്ഞ് ഞാൻ എൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഡയറ്റ് നിർത്തുകയോ വർക്കൗട്ട് നിർത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനൊരു ബ്രേക്ക് എടുത്തു കേട്ടോ. അത് ഒരുപാട് നാളെത്തിയാണ് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു 3-4 കിലോ ഒക്കെ കൂടുമെന്ന്. പക്ഷേ എന്തോ അത്രയും കിലോയൊക്കെ കുറച്ചത് കൊണ്ടായിരിക്കണം 62-85 ഞാൻ 64, ഒരു 1 സംതിങ് ഞാൻ കൂടിയിട്ടുള്ളൂ. ആ ഒരു വെയിറ്റ് കണ്ടപ്പോഴും ഒത്തിരി സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും എനിക്ക് വെയിറ്റ് കയറിയില്ല. കാരണം നമ്മൾ ഡയറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്ത് കുറേ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെറ്റായി. നമുക്കൊരു ലെവലിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റില്ല. കാരണം നമ്മുടെ വയറെന്ന് പറയണത് ഭക്ഷണം കൂടുതലായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ച് വന്ന് ഇപ്പോൾ കുറേ നാളുകളായല്ലോ ഞാൻ ഈ ഒരു ട്രാക്കിൽ വന്നിട്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് നമുക്കത് മതിയെന്ന് തോന്നി നമ്മളത് നിർത്തുകയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് കഴിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് അത്രയും ഫുഡിൻ്റെ ആവശ്യമില്ല. അതിക്ക് മുന്നേ നമ്മുടെ വയറ് നിറയും. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയി. ഇനിയിപ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ചാലും ഒരളവിൽ കൂടുതൽ ഭക്ഷണം നമുക്ക് വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ മാറാനായിട്ട് പറ്റും. നമ്മളതിന് ശ്രമിക്കുക തന്നെ വേണം. വെറുതെ ഇങ്ങനെ വീഡിയോസ് കണ്ടുപോയിട്ടോ കേട്ടുപോയിട്ടോ കാര്യമില്ല. നമ്മളത് തുടങ്ങി വെക്കണം. തുടങ്ങി വെച്ചത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയും വേണം. വെയിറ്റ് ലോസൊക്കെ ചെയ്യണമെന്ന് അത്ര ഉറച്ച ആഗ്രഹമുണ്ട്. നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 3 ദിവസത്തെ ഫുഡ് പ്ലേറ്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്ലേറ്റ്സും ഞാനിവിടെ കാണിക്കാം. 4ാമത്തെ ദിവസം രാവിലെ എനിക്ക് ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു. ഓൾറെഡി ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരും ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും ആ വീഡിയോ കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡേ 4 ഞാൻ ലഞ്ചിന് ബീറ്റ്റൂട്ട് തോരൻ, കുറച്ച് കുക്കുംബർ, ഒരു മുട്ട പുഴുങ്ങിയത്, വളരെ കുറച്ച് അളവിൽ ചോറ്, അതോടൊപ്പം ഇന്ന് എനിക്ക് തേങ്ങ അരച്ച കറിയായിരുന്നു. അതും ഇവിടെ മുളക് വറുത്തപ്പോൾ അത് കണ്ടപ്പോൾ കൊതി തോന്നിയിട്ട് അത് 2 എടുത്തിട്ടുണ്ട്. വൈകിട്ട് ഒരു 5:30 ആയപ്പോഴത്തേനും ഒരു മാതള നാരങ്ങയും കുറച്ച് കുക്കുംബറുമാണ് കഴിച്ചത്. ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞു. 2.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നും ഞാൻ 2.5 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡേ 5 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 റാഗിയുടെ ദോശയും സാമ്പാറും ആയിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയം ആരും മറക്കണ്ട. രാവിലെ ഒരു 8-8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഞാൻ ലഞ്ച് എടുത്തു. ചോറ്, സാമ്പാർ, 2 ടീസ്പൂൺ തൈര്, കുറച്ച് കുക്കുംബറിൻ്റെ പീസ്, ഒരു കഷ്ണം മീൻകറി,
ഡേ 5 വൈകിട്ട് ഞാൻ ദേ ചോളം കൊണ്ടുള്ള ഓംലേറ്റാണ് ഉണ്ടാക്കിയത്. വേറെ ഇതിനകത്തൊന്നും അറിയാനില്ല. നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ കുറച്ച് സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ഞാൻ ഇതിനകത്ത് കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചോളപ്പൊടിയും കൂടി 2 മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഓട്സ് കൊണ്ടാണെങ്കിലും ചോളം കൊണ്ടാണെങ്കിലും നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ പൊടികളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി എപ്പോഴും സ്ലോ കുക്ക് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മറിച്ചും തിരിച്ചിട്ട് വേവിച്ചതിന് ശേഷമായിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ ഓട്സ് കൊണ്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. 6ാമത്തെ ദിവസം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് റാഗിയുടെ പുട്ടും കടലക്കറിയുമായിരുന്നു. ഉച്ചയ്ക്ക് ഊണിന് കുറച്ച് ചോറും കുമ്പളങ്ങ മോരുകറി വെച്ചതും കടലക്കറിയും ആണ് കഴിച്ചത്. വൈകുന്നേരത്തെ ഫോട്ടോ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത്. രാവിലത്തെ കടലയിൽ കുറച്ച് വേവിച്ച കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുക്കുംബർ, ക്യാരറ്റ്, സവാള, 2 മുട്ട പുഴുങ്ങിയത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സാലഡാണ് ഞാൻ കഴിച്ചത്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡേ 7, അതായത് ഇന്നലെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും ചെറുപയറായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും കുമ്പളങ്ങ കൂട്ടാനായിരുന്നു. അപ്പോൾ കുറച്ച് ചോറും മോരുകൂട്ടാനും 2-3 മീൻ വറുത്തത് ഞാൻ ഇന്നലെ എടുത്തു. സാധാരണ ഞാൻ ഫ്രൈഡ് കഴിക്കാറില്ല, പക്ഷേ ഞാൻ ഇന്നലെ കഴിച്ചു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതാണ് ഇന്നലെ ഉച്ചഭക്ഷണത്തിൽ കഴിച്ചത്. വൈകുന്നേരം ഞാൻ കുറച്ച് കുക്കുംബർ ഉപ്പ് മാത്രം വിതറിയിട്ടിട്ടാണ് കഴിച്ചത്. 8ാമത്തെ ദിവസമായി ഇന്ന് രാവിലെ ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങിയത് മാത്രം കഴിച്ചു. അപ്പോൾ എൻ്റെ ഫുഡ് പ്ലേറ്റ്സ് ഒക്കെ കണ്ടില്ലേ, ഞാൻ അത്യാവശ്യം കൺട്രോൾ ചെയ്തൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ചോറ് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റൊന്നും ആയിരുന്നില്ല ഇത്രയും നാൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇനി ഞാൻ കരുതുന്നു ഒരാഴ്ച ഉച്ചയ്ക്കത്തെ ചോറും കൂടി ഒന്ന് കട്ട് ചെയ്താലോ എന്ന്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ചോറ് കുറച്ചെങ്കിലും കഴിക്കണമല്ലോ എന്നുള്ള ഇത് കൊണ്ടിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഡയറ്റിലോട്ടും വർക്കൗട്ടിലോട്ടും ഒക്കെ വന്നിട്ട് ഇത്രയും വെയിറ്റ് കുറഞ്ഞതിന് ശേഷമാണ് വെയിറ്റ് ലോസ് ഇത്ര സ്ലോ ആയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇനി കുറച്ച് ദിവസത്തേക്ക് ചോറൊന്ന് മാറ്റി പിടിക്കാമെന്ന്. പകരം ഫ്രൂട്ട്സോ സാലഡോ അതല്ലെങ്കിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന റാഗി കൊണ്ടുള്ളതോ ഓട്സ് കൊണ്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതും പറഞ്ഞ് ആദ്യമായിട്ട് വെയിറ്റ് ലോസിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ പൂർണ്ണമായും ചോറൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ 21 കിലോ കുറച്ചേക്കുന്നത്. നിങ്ങൾക്കൊരു വെയിറ്റ് സ്റ്റക്ക് ആവണ സമയത്ത് ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് വന്നാൽ മതി. അല്ലാതെ പൂർണ്ണമായും ചോറൊന്നും ഉപേക്ഷിച്ചുകൊണ്ട് ആരും തന്നെ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ല എൻ്റെ വണ്ണം കുറച്ചേക്കുന്നത്. ഞാൻ ചോറൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം, ഭക്ഷണത്തിൻ്റെ അളവ്, ഇതൊക്കെയാണ് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡെയിലി നമ്മൾ 2.5 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് അതോടൊപ്പം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, അത് നിങ്ങളുടെ ബോഡിയുടെ അവസ്ഥയും ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വരുന്ന ഏതെങ്കിലും ഒരു വർക്കൗട്ട്, അത് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. നടത്തായിക്കോട്ടെ, ജോഗിങ് ആയിക്കോട്ടെ, പാട്ട് വെച്ചിട്ട് സൂംബ ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളിടുന്ന കാർഡിയോ, ഫ്ലോർ എക്സസൈസ്, അതുപോലെയുള്ള നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ആ രീതിയിലുള്ള ഒരു വർക്കൗട്ടിന് വേണ്ടി നിങ്ങൾ അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ വീഡിയോസൊക്കെ തന്നെ എല്ലാനൊക്കെ ഒന്ന് കാണുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ തയ്യാറാണ്. എന്തായാലും നാളെ ഞാനൊരു വർക്കൗട്ട് വീഡിയോ ഇടുന്നുണ്ട്. പറ്റുവാണെങ്കിൽ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ എടുക്കാം. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.